തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിനെ തള്ളി ഓർത്തഡോക്സ് സഭാ നേതൃത്വം. ബിഷപ്പിന്റെ പ്രതികരണം വ്യക്തിപരം മാത്രമാണെന്ന് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സഭയ്ക്ക് അദ്ദേഹം പറഞ്ഞതുപോലൊരു നിലപാടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സഭയ്ക്ക് സമദൂര നിലപാടാണെന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുല്, BJPക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പക്ഷേ അത് സഭയുടെ നിലപാടല്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ മാത്രമാണെന്നാണല്ലോ ഇപ്പോൾ കാതോലിക്ക ബാവ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം തൃശൂർ ഭദ്രാസനാധിപൻ വിമർശിക്കാനിടയായ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ, കൂടുതലായി പറഞ്ഞോ? സനീഷ്, നിലവിൽ അദ്ദേഹത്തിന്റെ തൃശൂർ ബിഷപ്പിന്റെ നിലപാടിനെ പൂർണ്ണമായിട്ടും സഭാ നേതൃത്വം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സഭയ്ക്ക് അത്തരത്തിൽ യാതൊരു അഭിപ്രായവുമില്ല. ബിഷപ്പിന്റേത് തീർത്തും വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമായിരുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷനായിട്ടുള്ള കാതോലിക്ക ബാവ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും, അതിൽ ഒരു വിവാദമുണ്ടാക്കാനോ കലാപമുണ്ടാക്കാനോ സഭ ശ്രമിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സഭയ്ക്ക് ഒരു പാർട്ടിയോടും നിഷേധാത്മകമായിട്ടുള്ള നിലപാട് ഇല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സഭ ബഹുമാനിക്കുന്നു. ഒപ്പം ഈ പുൽക്കൂട് നശിപ്പിച്ച വിഷയത്തിലടക്കം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അപലപിച്ചിരുന്നു. ഒപ്പം അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള രീതിയിലുള്ള പ്രതികരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു നിഷേധാത്മക പ്രതിഷേധത്തിന്റെയോ നിലപാടിന്റെയോ സാഹചര്യം ഈ ഘട്ടത്തിലില്ല എന്നാണ് നിലവിൽ കാതോലിക്ക ബാവ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അതേസമയം തന്നെ ക്രിസ്തീയ ആരാധനാലയങ്ങൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നതിൽ സഭയ്ക്ക് ദുഃഖമുണ്ട്. അത് ഉണ്ടാവേണ്ടതല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ശ്രദ്ധേയം നിലവിൽ തൃശൂർ ബിഷപ്പിന്റെ ആ ഒരു പ്രതികരണത്തെ പൂർണ്ണമായിട്ടും സഭാ നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ കാതോലിക്ക ബാവയുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് പാലക്കാട് നടന്നിട്ടുള്ള സംഭവത്തെ സഭാ നേതൃത്വം കണക്കാക്കുന്നതെന്നാണ് ഈ കാതോലിക്ക ബാവയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ വിവാദത്തിനോ കലാപത്തിനോ തങ്ങൾ ശ്രമിക്കുന്നില്ല എന്നും പറയുന്നു. പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ BJPയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് നേരത്തെ മുതൽ തന്നെ ചില അതിന്റെ സൂചനകൾ ഓർത്തഡോക്സ് സഭ നൽകുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുമ്പോൾ അതിനെ കൂടുതൽ ഉറപ്പിക്കുന്നു എന്ന തരത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും. ശരി, നന്ദി ഗോകുൽ. വിവരങ്ങൾക്ക് വിശദമായിട്ട് വീണ്ടും വരാം. എന്തായാലും ഒറ്റപ്പെട്ട സംഭവത്തിൽ കലാപം ഉണ്ടാക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു സമവായ നിലപാട്, കുറച്ച് പിൻവാങ്ങിയുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്.